കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ കാണാത്ത ബലാബലത്തിന് സാധ്യത മാതൃഭൂമി കോർ അഭിപ്രായ സർവേ. നേരിയ മുൻതൂക്കം ഇടതു മുന്നണിക്ക് ഉണ്ടാകും. 66 മുതൽ 77 സീറ്റുകളിൽ LDF ജയിക്കുമെന്നും 62 മുതൽ 73 വരെ സീറ്റുകളിൽ UDF ജയിക്കുമെന്നും സർവേയിൽ പങ്കെടുത്തവർ കരുതുകയാണ്. 2 മണ്ഡലങ്ങളിൽ BJPക്ക് സാധ്യതയുണ്ട്. വോട്ട് വിഹിതത്തിലും BJPക്ക് നേരിയ വർധന സർവേ പ്രവചിക്കുന്നുണ്ട്. ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് തലനാരിഴ വ്യത്യാസത്തിൽ വി ഡി സതീശനെ പിന്തള്ളി പിണറായിയാണ് മുന്നിൽ. സീറ്റിൽ LDF 66 മുതൽ 77 വരെ, UDF 62 മുതൽ 73 വരെ, NDA 0 മുതൽ 2 വരെ. അതായത് 66 മുതൽ 77 വരെ സീറ്റ് നേടി ഒരു പക്ഷേ ഭരണ തുടർച്ച ഉണ്ടാവാം. 62 മുതൽ 73 വരെ സീറ്റ്, അതായത് വേണമെങ്കിൽ UDF-നും അതായത് 73 വരെ നേടുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷം ഈ മാജിക് നമ്പർ കഴിഞ്ഞ് 2 സീറ്റും കൂടെ അധികമുണ്ട്. 66 സീറ്റുകളിൽ ഇടതുമുന്നണിക്ക് ആയാസരഹിതമായ വിജയം. 62 UDF. ഒരിടത്തും BJPക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. കടുത്ത മത്സരം നടക്കുന്ന 12 മണ്ഡലങ്ങളിലെ ജനവിധി കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കും. ഇതാണ് കേരളത്തിന്റെ ഫെബ്രുവരി 16 മുതൽ 26 വരെ സർവേ നടത്തുമ്പോഴുള്ള രാഷ്ട്രീയ ചിത്രം. സ്ഥാനാർത്ഥികൾ അണിനിരക്കുമ്പോൾ, മത്സരം കടുക്കുമ്പോൾ, അടുത്ത ദിവസം രാഷ്ട്രീയം മാറുമ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യത്തിനും സർവേയുടെ തുലാസ് കാര്യമായി താഴാതെ നിൽക്കുന്നു. പിണറായിയുടെ മുൻതൂക്കം വെറും 0.08%. 27.8% പിണറായി വിജയൻ, 8.5% പിണറായി വിജയൻ, 27.77% വി ഡി സതീശൻ. അവിടെയും പിണറായി വിജയൻ ഒരു അല്പം വളരെ കുറച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. മൂന്നാമത് KK ശൈലജയും 4ാമത് രമേശ് ചെന്നിത്തലയുമുണ്ട്. നേമവും മഞ്ചേശ്വരവും BJP രണ്ടാമതെത്തുന്ന കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. സർവേയുടെ അവസാന ഘട്ടത്തിൽ പരിഗണിച്ച 35 മണ്ഡലങ്ങളിൽ നേമത്ത് ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നു. മുന്നിൽ LDF, തൊട്ടുപുറകിൽ NDA 39.81, 18.91 UDF കുറയുന്നു. ടൈറ്റ് ഫൈറ്റ് ആണ്. കഴക്കൂട്ടത്തും BJP രണ്ടാമതെത്തുമെങ്കിലും ഇടത് ഏറെ മുന്നിലുണ്ട്. മന്ത്രിമാരുടെ പട്ടികയിൽ 2ാം റാങ്കിലുണ്ടെങ്കിലും ശിവൻകുട്ടി MLA എന്ന നിലയിൽ 47ാമതാണ്. മന്ത്രി MB രാജേഷിന്റെ തൃത്താലയും എങ്ങോട്ടും അറിയാവുന്ന സ്ഥിതിയിലാണ്. നേരിയ മുൻതൂക്കം LDF-ന്. തൃത്താലയിൽ ഇപ്പോ ആരാണ് മുന്നിൽ? LDF 45.51. തൊട്ടടുത്ത് തന്നെയുണ്ട് UDF 43.01. 2.49. ടൈറ്റ് ഫൈറ്റ് മണ്ഡലങ്ങൾ ഒരെണ്ണം കൂടി. കുറ്റ്യാടിയാണ് LDF-ന് കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന മറ്റൊരു മണ്ഡലം. 48.25. LDF ആണ് മുന്നിൽ. വളരെ നേരിയ വ്യത്യാസമേ ഉള്ളൂ. 45.27 UDF, 2.98 ടൈറ്റ് ഫൈറ്റ്. കണ്ണൂരും അരൂരും കൊയിലാണ്ടിയും UDF പിടിച്ചെടുക്കുമെന്നും സർവേ വിലയിരുത്തുന്നു. KK ശൈലജ മത്സരിക്കുന്ന പേരാവൂരിൽ ഈ സർവേ ഫലം അനുസരിച്ച് UDF-നാണ് മുൻതൂക്കം. UDF 48.03, LDF 40.57, NDA 11.40, 7.46 ലീഡ്. ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ 7.06% വ്യത്യാസത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.